ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 4 CBSE ഹിന്ദി ചാപ്റ്റർ 13 ഹുദ്ഹുദ്. ഹുദ്ഹുദ് കോ കലഗി കൈസേ മിലി. ഹുദ്ഹുദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡ്പക്കർ, നമ്മുടെ നാട്ടിൽ കാണുന്ന മരം കൊത്തി എന്ന് പറയുന്ന പക്ഷിയാണ് നമ്മൾ ഹുദ്ഹുദ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹുദ്ഹുദ് കോ കലഗി കൈസേ മിലി, അതായത് കലഗി എന്ന് പറഞ്ഞാൽ ഹുദ്ഹുദിൻ്റെ തലയിൽ കാണുന്ന ഒരു ഡെക്കറേഷനാണ്, ഒരു തൂവൽ കൊണ്ടുള്ള ഡെക്കറേഷനാണ് കലഗി എന്ന് പറയുന്നത്. അപ്പം ആ വുഡ്പക്കറിന് അതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളതാണ് നമ്മൾ ഈ പാഠത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. एक बार सुलेमान नाम के बादशाह आकाश में चलने वाले अपने उड़न खटोले पर बैठे कहीं जा रहे थे. ഒരു ദിവസം സുലൈമാൻ എന്ന പേരുള്ള ഒരു ബാദഷാ തൻ്റെ ഉടൻ ഖട്ടോലയിൽ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യുകയായിരുന്നു. ഉടൻ ഖട്ടോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള വായുവിലൂടെ സഞ്ചരിക്കുന്ന വാഹനം അല്ലെങ്കിൽ വിമാനം. ഏക് പ്രകാർ കാ കൽപ്പിത് വായുയാൻ യാ വിമാൻ. അപ്പം സുലൈമാൻ എന്ന് പറയുന്ന ബാദഷാ തൻ്റെ ഉടൻ ഖട്ടോലയിൽ ഇരുന്നു കൊണ്ട് എവിടേക്കോ യാത്ര ചെയ്യുകയായിരുന്നു. ബഡി ഗർമി തീ. ഗർമി എന്ന് വെച്ചാൽ ഹീറ്റ്, ചൂട്, ഭയങ്കര ചൂടായിരുന്നു. എന്തുകൊണ്ട്? ധൂപ് സേ വഹ് പരേഷാൻ ഹോ രഹേ തേ. ധൂപ് എന്ന് വെച്ചാൽ വെയിൽ കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുമായിരുന്നു. കാര്യം ആകാശത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പം വെയിലൊക്കെ നല്ലോണം അടിക്കുന്നുണ്ട്. आकाश में उड़ने वाले गिद्धों से उन्होंने कहा कि अपने पंखों से तुम लोग मेरे सिर पर छाया कर दे. ഗിദ്ദോ എന്ന് വെച്ചാൽ വൾച്ചേഴ്സ്, അതായത് കഴുകന്മാര്. അപ്പോൾ ഈ ബാദഷാ കുറെ ആകാശത്തിലൂടെ പറക്കുന്ന കഴുകന്മാരെ കണ്ടു. അപ്പോൾ അവരോട് ബാദഷാ സഹായം അഭ്യർത്ഥിച്ചു. എന്ത്? അവരുടെ ചിറകുകൾ കൊണ്ട് ബാദഷായ്ക്ക് ഒരു തണൽ കൊടുക്കാൻ. ഛായ എന്ന് വെച്ചാൽ തണൽ കൊടുക്കുക, അപ്പോൾ അല്ലെങ്കിൽ ഷെയ്ഡ് കൊടുക്കുക. അപ്പം അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരു സഹായം ഈ കഴുകന്മാരോട് ബാദഷാ അഭ്യർത്ഥിച്ചു. പർ ഗിദ്ദോനെ ഐസ കർണേസെ മന കർദിയ. പക്ഷേ വൾച്ചേഴ്സിന് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവരത് സമ്മതിച്ചില്ല. ഉൻഹോനെ ബഹാന ബനാത്തെ ഹുവേ കഹ. ബഹാന ബനാന എന്ന് വെച്ചാൽ എക്സ്ക്യൂസ്. അപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാനൊരു ബുദ്ധിമുട്ടുള്ളപ്പോൾ അയാൾ എന്തെങ്കിലും എക്സ്ക്യൂസ് പറയുമല്ലോ. അപ്പോൾ ഈ വൾച്ചേഴ്സ് ഒരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, हम तो इतने छोटे छोटे हैं, हमारी गर्दन पर पंख भी नहीं है, हम छाया कैसे कर सकते हैं. അതായത് ഞങ്ങൾ വളരെ ചെറുതാണ്, ഞങ്ങളുടെ ഗർദൻ എന്ന് വെച്ചാൽ കഴുത്ത്. ദാണ്ട് ഇത് വൾച്ചറിന്റെ ഒരു പടമാണ്. അപ്പം ഇത് ഞങ്ങളുടെ കഴുത്തിലാണെങ്കിൽ ചിറകല്ല, തൂവല് പോലുമില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് തണല് തരാൻ പറ്റും? അങ്ങനെ കഴുകന്മാര് ബാദഷായെ കൈവിട്ടു. സുലൈമാൻ ആകെ ബഡ് ഗയെ. ബാദഷാ എന്ത് ചെയ്യും? പുള്ളി മുന്നോട്ട് തന്നെ പൊക്കൊണ്ടിരുന്നു. കുച്ച് ദൂർ ജാനെ പർ ഉൻകി ഭേഡ് ഹുദ്ഹുദോ കെ മുഖിയ സെ ഹുയി. ഭേഡ് എന്ന് വെച്ചാൽ മുലാഖാത്ത്, മീറ്റിംഗ്. ഹുദ്ഹുദ് എന്ന് വെച്ചാൽ വുഡ്പക്കർ, നമ്മൾ പഠിച്ചല്ലോ. ഹുദ്ഹുദ് കെ മുഖിയ എന്ന് വെച്ചാൽ ഹുദ്ഹുദുകളുടെ കൂട്ടത്തിലെ ലീഡർ. അപ്പോൾ കുറച്ച് ദൂരം ചെന്നപ്പോൾ സുലൈമാൻ ഹുദ്ഹുദുകളുടെ ചീഫിനെ കണ്ടുമുട്ടി. സുലൈമാനെ ഉസ്സേ ബി മദത് മാങ്കി. മദത് എന്ന് വെച്ചാൽ ഹെൽപ്പ്. അപ്പം സുലൈമാൻ ഹുദ്ഹുദുകളുടെ ലീഡറിൻ്റെ അടുത്തും സഹായം അഭ്യർത്ഥിച്ചു. വഹ് ചതുർത്ത. അവർ ഹുദ്ഹുദിന്റെ മുഖിയ എന്ന് പറയുന്ന ആള് വളരെ ക്ലവർ ആയിരുന്നു. ക്ലവർ എന്ന് വെച്ചാൽ ബുദ്ധിമാനായിരുന്നു. उसने फौरन अपने दल के सभी हुदहुदों को इकट्ठा करके बादशाह सुलेमान के ऊपर छाया कर दी. അപ്പോൾ എന്ത് ചെയ്തു? ഹുദ്ഹുദുകളുടെ ലീഡർ എന്ത് ചെയ്തു? ഫോറിൻ എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ തങ്ങളുടെ കൂട്ടത്തിലുള്ള അപ്നെ ദൽക്കെ, തങ്ങളുടെ കൂട്ടത്തിലുള്ള സബി ഹുദ്ഹുദോക്കോ, എല്ലാ വുഡ്പക്കേഴ്സിനെയും ഇക്കട്ടാ കർണ എന്ന് വെച്ചാൽ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ബാദഷാ സുലൈമാൻ കെ ഊപ്പർ ഛായ കർദി. അതായത് ഈ ഹുദ്ഹുദുകളെ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടത്തോടെ കൊണ്ടുവന്നിട്ട് ഈ ബാദഷായുടെ മുകളിൽ കൊണ്ടുവന്ന് ബാദഷായ്ക്ക് തണല് കൊടുത്തു. സുലൈമാൻ ബോലെ, मैंने गिद्धों से भी मदद मांगी थी, वे मेरी मदद कर सकते थे, पर उन्होंने मेरी मदद नहीं की. ഞാന് ഇത് കണ്ടുകൊണ്ട് ബാദഷാ സുലൈമാൻ പറഞ്ഞു, എന്താണ്? മൈനെ ഗിദ്ദും സേബി മദത് മാങ്കി, ഞാൻ വൾച്ചേഴ്സിന്റെ അടുത്തുനിന്നും ഹെൽപ്പ് ചോദിച്ചിരുന്നു. വേ മേരി മദത് കർ സക്തേ തേ, അവർക്ക് എന്നെ സഹായിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഉൻഹോനെ മേരി മദത് നഹി കി, അവര് എന്നെ സഹായിച്ചില്ല.
തും ഗിദ്ദോं से छोटे हो ചോട്ടെ തോ ഹോ, നിങ്ങള് വൾച്ചേഴ്സിനെക്കാട്ടിലും ചെറുതാണ്. പർ ചതുർ അധിക് ഹേ, പക്ഷേ കൂടുതൽ ബുദ്ധിയുണ്ട്. തും സബ്നെ മിൽക്കർ മേരി സഹായത കീ ഹേ, നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് എന്നെ സഹായിച്ചിരിക്കുന്നു. മൈ തുംസെ ബഹുത് പ്രസന്ന ഹൂ, ഞാന് നിങ്ങളിൽ ഒരുപാട് സന്തോഷവാനാണ്. മൈ തുമാരി കോയി ഇച്ഛ പൂരി കരൂങ്ക, നിങ്ങളുടെ ഒരു ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ അത് ഞാൻ സാധിച്ചു തരാം. ബത്താവോ തുമാരി ക്യാ ഇച്ഛാ ഹേ, പറയൂ നിങ്ങൾക്ക് എന്താഗ്രഹമാണുള്ളത്. അപ്പൊ ഇതാണ് സെന്റൻസ് വൈസ് ഉള്ള ഓരോ സെന്റൻസ് വൈസ് ഉള്ള മീനിങ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? പോകുന്ന വഴിക്ക് ബാദ്ഷാ സുലൈമാൻ ഹുദ്ഹുദുകളുടെ ലീഡറിനെ കണ്ടു. ലീഡറിനോട് ഹെൽപ്പ് ചോദിച്ചു. ലീഡർ അതായത് മദത് മാങ്കി. ആ ലീഡർ വളരെ ക്ലവർ ആയിരുന്നു. പുള്ളി എന്ത് ചെയ്തു? ഫൗറിൻ പെട്ടെന്ന് തന്നെ തങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാ ഹുദ്ഹുദുകളെയും കൂടെ കൊണ്ടുവന്ന് ബാദ്ഷാ സുലൈമാന് തണല് കൊടുത്തു. അപ്പോ ഇത് കണ്ട് സുലൈമാൻ എന്ത് പറഞ്ഞു? ഞാനും വൾച്ചേഴ്സിന്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചിരുന്നു, പക്ഷെ അവരെന്നെ സഹായിച്ചില്ല. അവർക്ക് സഹായിക്കാൻ പറ്റുമായിരുന്നു, എന്നിട്ടും അവരെന്നെ സഹായിച്ചില്ല. പക്ഷെ ഈ വൾച്ചേഴ്സിനെക്കാട്ടി വളരെ ചെറുതാണ്, എന്നാലും നിങ്ങൾ കൂടുതൽ ബുദ്ധിമാന്മാരുമാണ്. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ സഹായിച്ചിരിക്കുന്നു. അതിനാൽ ഞാൻ ഒരുപാട് ആയതിനാല് ഞാൻ നിങ്ങളുടെ ഒരാഗ്രഹം പൂർത്തീകരിച്ച് തരാം. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് എന്നോട് പറയൂ. മുഖിയാനെ കഹാ, महाराज मैं अपने सभी साथियों से सलाह करने के बाद अपनी इच्छा बताऊंगी. അപ്പൊ ലീഡർ എന്ത് പറഞ്ഞു? മഹാരാജാവേ, ഞാൻ എൻ്റെ എല്ലാ കൂട്ടുകാരോടും സലാഹ് കർണേക്കെ ബാദ്, സലാഹ് കർണ എന്ന് വെച്ചാൽ ഡിസ്കസ് ചെയ്ത ശേഷം ഞങ്ങള് ആഗ്രഹം പറയാം. മുഖിയാനെ സാത്തിയോൻ സേ സലാഹ് കർണേക്കെ ബാദ് കഹാ. അപ്പൊ അതിനുശേഷം ലീഡർ പോയി തന്റെ ഹുദ്ഹുദ് കൂട്ടുകാരോടെല്ലാം ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത ശേഷം പറഞ്ഞു, മഹാരാജ് യഹ് വരദാൻ ദീജിയേ കി ഹമാരെ സിർ പർ ആജ് സേ സോനെ കി കലഗി നിക്കൽ ആയേ. മഹാരാജാവേ, ഞങ്ങൾക്ക് ഈ വരദാനം തരൂ. എന്താണ്? ഹമാരെ സിർ പർ, ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ, ആജ് സേ ഇന്ന് മുതൽ, സോനേക്കി കലഗി, സോന എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം. അപ്പൊ സോനേക്കി കലഗി എന്ന് വെച്ചാൽ ഗോൾഡ് ക്രസ്റ്റ്, സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം. നിക്കൽ ആയേ, അങ്ങനെയുള്ള സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം ഞങ്ങളുടെ തലയിൽ ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു വരം ഞങ്ങൾക്ക് തരൂന്ന്. ബാദ്ഷാ ഹസേ ഔർ ബോലെ, ബാദ്ഷാ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മുഖിയ ഇസ്കാ ഫൽ ക്യാ ഹോഗാ യഹ് തുമ്നെ സോച്ച് ലിയാ ഹേ. മുഖിയ, നിങ്ങള് ഇതിന്റെ ഫലം എന്തായിരിക്കും എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? മുഖിയ ബോല, ഹാ മഹാരാജ്, മൈനെ ഖൂബ് പരാമർശ് കർക്കെ യഹ് വർ മാംഗാ ഹേ. ഞാനിത് ചിന്തിച്ചിട്ടുണ്ട് മഹാരാജാവേ. ഞങ്ങള് ഇത് തമ്മിൽ ഒരുപാട് ഡിസ്കസ് ചെയ്ത ശേഷമാണ് ഞങ്ങള് ഈ വരം ചോദിച്ചിരിക്കുന്നത്. സുലൈമാനെ പ്രാർത്ഥന സ്വീകാർ കർലി. ബാദ്ഷാ സുലൈമാൻ അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചു. സബീ ഹുദ്ഹുദോം കെ സിർ പർ സോനെ കി കലഗി നിക്കൽ ആയി. എല്ലാ വുഡ്പക്കേഴ്സിന്റെയും തലയില് സ്വർണത്തിന്റെ ഒരു ക്രസ്റ്റ് പുറത്തു വന്നു. ലോഗോനെ സോനെ കി കലഗി കോ ദേക്കാ തോ വേ ഹുദ്ഹുദോം കെ പീച്ചെ പടുകെ. അങ്ങനെ സ്വർണത്തിന്റെ ഇത് വന്നു കഴിഞ്ഞപ്പോഴ് എന്താണ്, ആളുകളെല്ലാരും ഈ വുഡ്പക്കേഴ്സിന്റെ തലയിൽ സ്വർണം ശ്രദ്ധിച്ചാൽ സ്വാഭാവികമായിട്ടും ആളുകൾ എന്ത് ചെയ്യും? അത് കൈക്കലാക്കാൻ ശ്രമിക്കും. അപ്പൊ അവരെന്താണ്, ഈ സ്വർണത്തിന് വേണ്ടി ഹുദ്ഹുദോം കെ പീച്ചെ പടുകെ, ഈ വുഡ്പക്കേഴ്സിന്റെ പുറകെ പോകാൻ തുടങ്ങി. തീർ സേ ഉനെ മാർ മാർക്കർ സോന ഇക്കട്ടാ കർണേ ലഗേ. തീർ അതായത് അവരെ അമ്പും വില്ലും കൊണ്ട് കൊന്ന് ഈ സ്വർണം അവര് ശേഖരിച്ചു. അങ്ങനെ ഹുദ്ഹുദുകളെ കൊന്ന് സ്വർണം ശേഖരിക്കാൻ തുടങ്ങി ആളുകള്. ഹുദ്ഹുദോं का वंश समाप्त होने पर आ गया. അപ്പൊ അങ്ങനെ പോയപ്പോ എന്താണ്, ഹുദ്ഹുദുകളുടെ വംശം നശിക്കാൻ തുടങ്ങി, അത് തീരാറായി തുടങ്ങി. തബ് മുഖിയ
ഖബരാക്കർ ബാദഷാ സുലൈമാൻ കെ പാസ് പहुंचा അവർ ബോല. അപ്പോഴത്തേക്കും ഈ ഹുദ്ഹുദിന്റെ ചീഫ് പേടിച്ചുപോയി. പുള്ളി പേടിച്ചുകൊണ്ട് ബാദഷാ സുലൈമാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഏ സോനെ കി കലഗി കെ കാരൺ തോ ഹമാരാ വംശ് ഹി സമാപ്ത ഹോ ജായേഗ. ഈ സ്വർണം കൊണ്ടുള്ള ക്രിസ്റ്റ് കാരണം ഞങ്ങളുടെ വംശം തന്നെ തീരുന്നു പോകും. കഹ മൈനെ തോ ശുരു മേ ഹി തുമേ ചേതാവനി ദീ തി. അപ്പൊ സുലൈമാൻ ബാദഷാ പറഞ്ഞു, ഞാൻ ആദ്യമേ തന്നെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നതാണ്. ഖൈർ ജാവോ, ആജ് സേ തുമാരെ സിർ കാ താജ് സോനെ കാ നഹി സുന്ദർ പരോം കാ ഹുവാ കരേഗ. എന്തെങ്കിലും ആവട്ടെ, ഇന്നു മുതല് നിങ്ങളുടെ തലയിലെ കിരീടം സ്വർണം കൊണ്ടായിരിക്കത്തില്ല, പകരം സുന്ദരമായ തൂവൽ കൊണ്ടായിരിക്കും. और तभी से हुदहुदों के सिर पर परों का यह ताज शोभा पा रहा है. അന്ന് മുതല് ഈ വുഡ്പക്കേഴ്സിന്റെ തലയില് തൂവൽ കൊണ്ടുള്ള ഈ കിരീടം നല്ല ഭംഗി നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ വുഡ്പക്കേഴ്സിന്റെ തലയിൽ ഭംഗിയുള്ള തൂവലുകൾ ഉണ്ടായത്. ഹുദ്ഹുദ് ഏക് ബഹുത് ഹി സുന്ദർ പക്ഷി ഹെ. ഹുദ്ഹുദ് വളരെ ഭംഗിയുള്ള ഒരു പക്ഷിയാണ്. ഇസ്കെ ശരീർ കാ സബ്സെ സുന്ദർ ഭാഗ് ഇസ്കെ സിർ കാ കലഗി ഹോത്തി ഹെ. അതിന്റെ ശരീരത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം അതിന്റെ തലയിലെ ഈ തൂവൽ കൊണ്ടുള്ള ഒരു കിരീടമാണ്. വൈസേ തോ യഹ് ഇസേ സമേട്ടെ രഹതാ ഹെ. ഇത് സമേട്ടെ എന്ന് വെച്ചാൽ ഒരുമിച്ച്. അപ്പൊ അതെല്ലാം കൂടെ ഒരുമിച്ച് കൂടി നിൽക്കുന്ന രീതിയിലാണ്, അതായത് തൂവലുകൾ കൂടി നിൽക്കുന്ന രീതിയിലാണ് അതിന്റെ കിരീടം ഉണ്ടാക്കിയിരിക്കുന്നത്, കിരീടം ഉള്ളത്. तो जैसे ही किसी तरह की आवाज होती है यह चौकन्ना होकर परों को फैला लेता है. അതായത് ഇപ്പൊ സാധാരണ ഗതിയിൽ ഈ തൂവലെല്ലാം കൂടിയിട്ട്, അതായത് ഒരുമിച്ച് കൂടി ചേർന്ന് ഒരു കിരീടം പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദമോ എന്തെങ്കിലും, അത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും ശബ്ദമോ കേൾക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വളരെ അലേർട്ട് ആയിക്കൊണ്ട് തന്നെ അതിന്റെ ഈ തൂവലുകളെല്ലാം അങ്ങ് വിരിക്കും. അതാണ് പരോങ്ക ഫൈല ലേത്താ ഹെ, അതായത് തൂവലുകൾ അങ്ങ് വിരിക്കും. തബ് യഹ് കലഗി ദേഖ്നെ മേ ഹൂ ബ ഹൂ കിസി സുന്ദർ പങ്കി ജൈസെ ലഗ്നെ ലഗ്തി ഹെ. ആ സമയത്ത് ആ ഹുദ്ഹുദിന്റെ തലയിലെ ക്രസ്റ്റ് കാണുമ്പം നമുക്ക് നല്ല ഭംഗിയുള്ള പൂവിതള് പോലെ തോന്നും. പങ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദളങ്ങൾ, പൂവിന്റെ ദളങ്ങൾ. ഇസി കലഗി കെ ബാരെ മേ തുമ്നെ അഭി ഏക് സുന്ദർ കഹാനി ഭി പഠി ഹെ. അപ്പൊ ഇതേ ക്രിസ്റ്റിനെ കുറിച്ച് നിങ്ങളിപ്പോൾ ഒരു നല്ലൊരു കഥയും പഠിച്ചു കഴിഞ്ഞു. ഈ വുഡ്പക്കറിന്റെ ക്രിസ്റ്റിനെ കുറിച്ച്, അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു കഥ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഹുദ്ഹുദ് കാ സാരാ ശരീർ രംഗ് ബിരംഗ ഔർ ചട്കീല ഹോത്താ ഹെ. അപ്പം ഹുദ്ഹുദിന്റെ ശരീരം രംഗ് ബിരംഗ എന്ന് വെച്ചാൽ നല്ല കളർഫുൾ, ചട്കീല എന്ന് വെച്ചാൽ വൈബ്രന്റ്, ബ്രൈറ്റ് ആൻഡ് ക്ലിയർ, നല്ല ക്ലിയർ ആയിട്ട്, നല്ല ബ്രൈറ്റ്, നല്ല വൈബ്രന്റ് ആയിട്ട് കാണും. അപ്പോൾ ഹുദ്ഹുദിന്റെ ശരീരം നല്ല കളർഫുള്ളും നല്ല വൈബ്രന്റും ആണ്. പങ്ക് കാലെ കാലെ ഹോത്തെ ഹെ ജിൻ പർ മോട്ടി സഫേദ് ദാരിയ ബനി ഹോത്തി ഹെ. പങ്ക് എന്ന് വെച്ചാൽ ചിറകുകൾ, കാലെ കാലെ എന്ന് വെച്ചാൽ കറുത്തത്, മോട്ടി സഫേദ് എന്ന് വെച്ചാൽ പളുങ്കിന്റെ കൂട്ടുള്ള നല്ല വെള്ള കളറ്, ധാരിയ എന്ന് വെച്ചാൽ വരകൾ. അപ്പോൾ ഈ ഹുദ്ഹുദിന്റെ ചിറകില് കറുപ്പിനകത്ത് നല്ല വെള്ള വരകൾ ഉണ്ടായിരിക്കും. ദാണ്ട ഇതേപോലെ ഈ പടത്തിനകത്ത് നോക്കിക്കോ. ഗർദൻ കാ അഗ്ലാ ഹിസ്സ ബാദാമി രംഗ് കാ ഹോത്താ ഹെ. ബാദാമി രംഗ് എന്ന് വെച്ചാൽ ബദാമിന്റെ നിറം, നമ്മളൊക്കെ കഴിക്കാറുള്ള ബദാം പരിപ്പുകളില്ലേ, ആ ബദാമിന്റെ കളറാണ് ഗർദൻ. ഗർദൻ എന്ന് വെച്ചാൽ കഴുത്ത്. അപ്പൊ കഴുത്തിന്റെ ബാക്കി ഭാഗം നല്ല ബദാമിന്റെ കളറിൽ കാണപ്പെടുന്നു. ചോട്ടി ഭി ബാദാമി രംഗ് കി ഹോത്തി ഹെ മഗർ ഉസ്കെ സിരെ കാലെ ഔർ സഫേദ് ഹോത്തെ ഹെ. ചോട്ടി എന്ന് വെച്ചാൽ ഊപ്പർ കാ ഭാഗ്, മുകളിലത്തെ ഭാഗം. അപ്പം മുകളിലത്തെ ഭാഗവും ബാദാമി രംഗ് എന്ന് വെച്ചാൽ നമ്മളെ ബദാമിന്റെ നിറം, അതൊരു ലൈറ്റ് ബ്രൗൺ കളർ. അപ്പം അതിന്റെ മുകളിലത്തെ ഭാഗവും ഒരു ബദാമി രംഗിൽ, ഒരു ലൈറ്റ് ബ്രൗൺ കളറിലാണ് കാണപ്പെടുന്നത്. പക്ഷേ അതിന്റെ ഏറ്റവും മുകളിലെ ഭാഗം സിരെ കാലെ അത് സഫേദ് ഹോത്തെ ഹെ. കാലെ എന്ന് വെച്ചാൽ കറുപ്പ്, കറുപ്പും വെളുപ്പും കൂടെ ചേർന്നതാണ്, കറുപ്പും വെളുപ്പും കൂടെ ചേർന്നതാണ് അതിന്റെ ഏറ്റവും മുകളിലെ ഭാഗം. ചോഞ്ച് പതലി ലംബി തഥാ തീക്കി ഹോത്തി ഹെ. ചോഞ്ച് എന്ന് വെച്ചാൽ ചുണ്ട്, പതലി എന്ന് വെച്ചാൽ തിൻ. ഇവിടെ അർത്ഥം എഴുതിയിട്ടുണ്ട്, തിൻ. തീഖി എന്ന് വെച്ചാൽ ഷ്രിൽ, നല്ല കൂർത്തത്.
അപ്പം അതിൻ്റെ ചുണ്ട് നല്ല എന്താണ് തിന്നാണ്, ലംബി എന്ന് വെച്ചാൽ നീളമുള്ളതാണ്, തീക്കി എന്ന് വെച്ചാൽ കൂർത്തതാണ്. इस चोंच से यह आसानी से जमीन के भीतर छिपे हुए कीड़े मकोड़े को ढूंढ निकालता है. അപ്പൊ ഈ ചുണ്ടിന്റെ ഈ ബീക്കിന്റെ സഹായത്തോടു കൂടി എന്താണ് അത് വളരെ എളുപ്പം തന്നെ, ആസാനീസി എന്ന് വെച്ചാൽ എളുപ്പം തന്നെ, ജമീൻ കെ ഫീത്തർ, ജമീൻ എന്ന് വെച്ചാൽ മണ്ണ്, ജമീൻ കെ ഫീത്തർ എന്ന് വെച്ചാൽ മണ്ണിന്റെ അടിയിൽ, ചിപ്പേ ഹുവേ എന്ന് വെച്ചാൽ ഒളിച്ചിരിക്കുന്ന, കീടവും മക്കടെ എന്ന് വെച്ചാൽ കീടങ്ങളും കൊച്ചു 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 കീടങ്ങളും ജന്തുക്കളും ഇല്ലേ, കൊച്ചു കീടങ്ങളും. അപ്പം ഈ ചുണ്ടിന്റെ സഹായത്തോടെ അത് വളരെ എളുപ്പം തന്നെ മണ്ണിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്ന കീടങ്ങളെ ഡൂണ്ട് നിക്കാൽത്താഹെ, ഡൂണ്ട് നിക്കാൽന്ന് വെച്ചാൽ തെരഞ്ഞു കണ്ടുപിടിക്കും. അപ്പം ഈ കൂർത്ത ചുണ്ടിന്റെ സഹായത്തോടെ മണ്ണിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്ന കീടങ്ങളെ അത് തിരഞ്ഞ് കണ്ടുപിടിച്ചത് കഴിക്കും. इसकी चोंच नाखून काटने वाली नहरनी से बहुत मिलती है और शायद इसीलिए कहीं कहीं इसे हजामिन चिड़िया के नाम में से भी पुकारते हैं. അപ്പം നാക്കൂൺ എന്ന് വെച്ചാൽ നെയിൽസ്. അപ്പം ഇതിൻ്റെ ബീക്ക് ഈ എന്തുവാണ് നമ്മുടെ നെയിൽ കട്ട് ചെയ്യുന്ന നഹരനി, നെയിൽ കട്ടർ. അപ്പം നെയിലൊക്കെ കട്ട് ചെയ്യുന്ന നമ്മുടെ നഖമൊക്കെ വെട്ടുന്ന നെയിൽ കട്ടറിനെ കൂട്ട് തോന്നും. അതുകൊണ്ട് അതിനെ പലപ്പോഴും ഹജാമിൻ ചിടിയ എന്നുള്ള പേരിലും വിളിക്കാറുണ്ട്. ഹുദ്ഹുദ് ഹമാരെ ദേശ് കെ സബി ഭാഗോ മേ പായേ ജാത്തെ ഹെ. ഹുദ്ഹുദ് നമ്മുടെ രാജ്യത്ത് പല ഭാഗങ്ങളിലും കണ്ടുവരുന്നു. ഇവിടെ ഒരു വാക്കുണ്ടായിരുന്നു ഹജാം, ഹജാമിൻ ചിടിയ. അതായത് ഹജാം എന്ന് വെച്ചാൽ ബാർബർ എന്നാണ് അർത്ഥം. तुमने इसे अपने घर के आसपास अपनी तीखी चोंच से ജമീൻ കോത്തെ ഹുവേ അവശ്യ ദേക്കാ ഹോഗ. അപ്പം നിങ്ങളുടെ വീടിനടുത്ത് പലപ്പോഴും ഇതിൻ്റെ കൂർത്ത ചുണ്ടുകൾ കൊണ്ട് മണ്ണിനകത്ത് തിരയുന്നത് കണ്ടിട്ടുണ്ടാകാം. बोलते समय यह 3 बार हुप 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 सा कुछ कहता है, इसीलिए इसे अंग्रेजी में हुप हू कहा जाता है. അപ്പം ഇത് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന ശബ്ദം ഹുപ്പ് 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 എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പം അതുകൊണ്ട് അംഗ്രേസി എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ഇതിനെ ഹൂപ്പ് ഹൂ ഹൂപ്പ് ഊ എന്നും വിളിക്കാറുണ്ട്. ഹിന്ദി മേ ഇസെ ഹുദ് ഹുദ് കഹത്തെ ഹെ. ഹിന്ദിയിൽ ഇതിനെ ഹുദ് ഹുദ് എന്ന് വിളിക്കും. धूप में कीड़ा ढूंढने के कारण हमारे देश में कहीं कहीं इसे पदुबया भी कहते हैं. അപ്പം ഈ കീടാണുക്കളെ ഇങ്ങനെ തിരയുന്നത് കാരണം ഇതിനെ പതുബയ എന്ന പേരിലും വിളിക്കാറുണ്ട്. और सुंदर कलगी की वजह से कुछ देशों में लोग इसे शान सुलेमान कहकर पुकारते हैं. അപ്പം നല്ല ഭംഗിയുള്ള ക്രസ്റ്റ്, കിരീടം പോലുള്ള ഒരു ആവരണം ഉള്ളത് കൊണ്ട് അതിനെ ചില സ്ഥലങ്ങളിൽ ഷാ സുലേമാൻ എന്നും വിളിക്കാറുണ്ട്. മാതാ ഹുദ്ഹുദ് 3 से 10 तक अंडे देती है. जब तक बच्चे अंडे से बाहर नहीं निकल जाते वह अंडों पर बैठी रहती है, हटती नहीं. അപ്പം മാതാ ഹുദ്ഹുദ് എന്ന് വെച്ചാൽ അമ്മ വുഡ്പക്കർ, അമ്മ പക്ഷി. 3 से 10 तक अंडे देती है, 3 മുതൽ 10 വരെ മുട്ടകളിടും. जब तक बच्चे अंडे से बाहर नहीं निकल जाते वह अंडों पर बैठी रहती है, ഹട്തി നെഹി. അതായത് ബച്ചവും അതായത് ഇത് അടയിരിക്കാനാണ് ഈ മുട്ട ഇടുന്നത്. അപ്പം ഇതിൻ്റെ കുഞ്ഞു പക്ഷികൾ ഈ മുട്ടയിൽ നിന്നും പുറത്തു വരുന്നത് വരെ ഈ തള്ളപ്പക്ഷി അണ്ടോമ്പർ ബൈട്ടിയിലെത്തിയേ ആ മുട്ടയുടെ പുറത്തു തന്നെ ഇരിക്കും. ഹട്തി നെഹി, ഹട്ടെന്ന് വെച്ചാൽ മാറുക, ഹട്തി നെഹി എന്ന് വെച്ചാൽ അത് മാറത്തില്ല. അപ്പം ആ മുട്ടയുടെ പുറത്ത് തന്നെ അത് അടയിരിക്കും, അത് മാറത്തില്ല. നർ വഹി ഭോജൻ ലാക്കർ ഉസേ കില ജാത്താ ഹെ. നർന്ന് വെച്ചാൽ ആൺപക്ഷി അവിടെ തന്നെ അതിന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കും ഈ പെൺപക്ഷിക്ക്. पर दोनों में से कोई भी घोंसले की सफाई नहीं करता. പക്ഷേ ഇവരിൽ രണ്ടുപേരിൽ ആൺപക്ഷിയാട്ടെ പെൺപക്ഷിയാട്ടെ ഇവർ അവരുടെ കൂടിൻ്റെ വൃത്തിയാക്കലൊന്നും ചെയ്യത്തില്ല. സംസാർ കെ വിഖ്യാത് പക്ഷിയോ മേ സേ ഏക് ഹെ യഹ് ഹുദ്ഹുദ്. അതായത് സംസാർ കെ വിഖ്യാത് പക്ഷിയോ മേ സേ ഏക് ഹെ യഹ് ഹുദ്ഹുദ്. സംസാർ എന്ന് വെച്ചാൽ ലോകം, വിഖ്യാത് പക്ഷി എന്ന് വെച്ചാൽ കേൾവി കേട്ട പക്ഷികളിൽ ഒരെണ്ണമാണ് ഈ വുഡ്പക്കർ. അപ്പം ലോകത്ത് എല്ലാവർക്കും
അറിയപ്പെടുന്ന എല്ലാവരാലും അറിയപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹുദ്ഹുദ്. यह अपनी सुंदरता के लिए तो मशहूर है, पर इसे पालतू नहीं बनाया जा सकता है और न ही इसकी बोली में मिठास है. ഇത് നല്ല സുന്ദരമായ പക്ഷിയൊക്കെ തന്നെയാണ്, പക്ഷേ ഇതിനെ ഒരിക്കലും പാൽത്തു നെഹി ബനായ ജാസക്ത, അതായത് പാൽത്തു എന്ന് വെച്ചാൽ വളർത്താൻ പറ്റത്തില്ല, അത് വളർത്താനായിട്ട് അത് നിന്ന് തരില്ല. और न ही इसकी बोली में मिठास है. മിഠാസ് എന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള ഒരു ശബ്ദമൊന്നുമല്ല ഈ ഹുദ്ഹുദ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഹുദ്ഹുദ് കാണാൻ നല്ല സുന്ദരമാണെങ്കിൽ തന്നെയും ഇതിനെ നമുക്ക് വളർത്തു പക്ഷിയാക്കാൻ പറ്റത്തുമില്ല. അതിൻ്റെ സംസാരം, അതിൻ്റെ ബോലി അത്ര മധുരമുള്ളതും അല്ല. അപ്പോൾ വുഡ്പക്കറിനെ കുറിച്ചുള്ള ഈ പാഠം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.